Hello everyone, അപ്പോൾ നമ്മുടെ ബിസിനസ് എക്സാം അടുത്തെത്തിയിരിക്കുന്ന സമയമാണല്ലേ. എല്ലാവരും ഭയങ്കര ക്രൂഷ്യൽ ആയിട്ട് ബിസിനസ്സിലേക്ക് തലയും കാലും എല്ലാം ഇട്ടിരിക്കുന്ന സമയമാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് ഒറ്റ കാര്യം നിങ്ങളോട് പറയാനുള്ളൂ, സ്മാർട്ട് വർക്ക് മാത്രമേ ഇനി നിങ്ങൾക്ക് മുമ്പോട്ട് ജയിക്കാൻ കഴിയുള്ളൂ. സ്മാർട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പോട്ട് ഒരു വിജയം തന്നെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. ഓരോ ചാപ്റ്ററിൽ നിന്നും ഏത് ചോദ്യങ്ങളാണ് നിങ്ങൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, നമ്മൾ എക്സാമിന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ ആയിരിക്കും, ഏത് ചാപ്റ്ററിൽ നിന്ന് ഏത് ചോദ്യങ്ങളായിരിക്കും എന്നുള്ള ചെറിയൊരു പ്രഡിക്ഷൻ വീഡിയോ ആണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ വെയിറ്റേജ് വീഡിയോ മിസ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാപ്റ്റർ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ 6, 8, 9, 10, 11 ചാപ്റ്ററിലെ ഈ 5 ചാപ്റ്ററിൽ നിന്നും ഏത് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പം ഒരു അനാലിസിസ് നടത്തിയപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഈ ചോദ്യം ചോദിക്കും എന്ന് എനിക്കൊരു ചെറിയൊരു മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയപ്പോൾ മറ്റ് ചാപ്റ്ററിൽ നിന്നും ഈ ചോദ്യങ്ങളായിരിക്കും ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളതെന്ന് എൻ്റെ ഒരു അനാലിസിസിൽ അനലൈസ് ചെയ്ത കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അനാലിസിസ് നിങ്ങൾക്ക് മെച്ചപ്പെടുത്തും എന്നുള്ള ബിലീഫ് എനിക്ക് തീർച്ചയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക, എൻ്റെ കൂടെ കട്ടുക നിൽക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്മാർട്ട് വർക്കിലൂടെ ഈ ഒരു എക്സാം അടിപൊളിയായിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഇന്റേണൽ ട്രേഡ്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ അല്ല, നമ്മുടെ 10ാമത്തെ ചാപ്റ്റർ ആണ് ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇന്റേണൽ ട്രേഡിൽ നിന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോ ഈ 3 ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഏതൊക്കെയായിരിക്കും? ഇതിൽ ഏതെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും ചോദിച്ചിരിക്കും, ഒരു സംശയം വേണ്ട, ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നോട്ട് ഡൗൺ ചെയ്തത്. ഒന്നാമത്തേത്, എക്സ്പ്ലെയിൻ ദി സർവീസസ് ഈസ് റെൻഡർഡ് ബൈ ഹോൾസെയിലേഴ്സ് ടു മാനുഫാക്ചേഴ്സ് ആസ് വെൽ ആസ് ടു റീറ്റെയിലേഴ്സ്. ഓക്കെ, മാനുഫാക്ചേഴ്സിനും റീറ്റെയിലേഴ്സിനും എന്തൊക്കെ സർവീസസ് ആണ് ഹോൾസെയിലേഴ്സ് ചെയ്യുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ റീറ്റെയിലേഴ്സിന്റെ സർവീസും ചോദിച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് ഒരു ചോദ്യം ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറും അതേപോലെ മൾട്ടിപ്പിൾ ഷോപ്സും രണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ രണ്ടും രണ്ട് രീതിയിൽ വ്യത്യസ്തമായിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ഡിഫറൻഷിയേഷൻ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ വാരി വലിച്ചിട്ട് എഴുതാൻ നിൽക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടേബിൾ അങ്ങ് വരച്ചേക്കണം. ടേബിൾ വരച്ചിട്ട് ഒരു സൈഡിൽ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ എഴുതുക, മറ്റേ സൈഡിൽ മൾട്ടിപ്പിൾ ഷോപ്സ് എഴുതുക. എന്നിട്ട് ഓരോ പോയിന്റ്സ് അവിടെ എഴുതിയാൽ ഉറപ്പിച്ചോ അതിന് വേണ്ടി ലഭിക്കേണ്ട മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടിയിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യമാണ് മൾട്ടിപ്പിൾ ഷോപ്സ്. ഇവിടെ തന്നെ നമ്മൾ മൾട്ടിപ്പിൾ ഷോപ്സ് പഠിച്ചല്ലോ. അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സ്, ഇവ രണ്ടിന്റെയും ക്വസ്റ്റ്യൻ ചോദിക്കും. എന്താണ് മൾട്ടിപ്പിൾ ഷോപ്സ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് എന്താണെന്നും അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒരു 3 or 4 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചാൽ മതി. അത്ര മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ഇന്റേണൽ ട്രേഡ് എന്ന ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടതാണ്. കാരണം ഇതിൽ നിന്നൊരു ചോദ്യം നിങ്ങൾക്ക് നമ്മുടെ എക്സാമിന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ ഫോർമേഷൻ ഓഫ് കമ്പനി ആണ് അല്ലേ. ഫോർമേഷൻ ഓഫ് കമ്പനി എത്ര മാർക്കിനാണ് ചോദ്യം ചോദിക്കുന്നത്? 8 മാർക്കിന് വരെ ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഏത്, ഫോർമേഷൻ ഓഫ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നും ഉറപ്പായിട്ടും കഴിഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയപ്പോൾ അവിടെ ഒരു ചോദ്യം കണ്ടിട്ടുണ്ട്. എന്താണത്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇവരെ വിട്ടിട്ട് ഒരു കളിയുമില്ല ഏത് ചാപ്റ്ററിൽ നമ്മുടെ ഫോർമേഷൻ ഓഫ് കമ്പനി അവിടെ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒന്നാണ്. ഒന്നെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, അല്ലെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന്റെ ക്ലോസസ്, അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻസ് ചോദിച്ചാൽ മറക്കണ്ട, പെട്ടെന്ന് തന്നെ ടേബിൾ അങ്ങ് വരച്ചേക്കുക, ആൻസേഴ്സ് അവിടെ എഴുതുക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത് ആരാണ് പ്രൊമോട്ടർ, അതേപോലെ അവരുടെ ഫംഗ്ഷൻസ് എന്താണെന്നും പ്രൊമോട്ടറിന്റെ ഫംഗ്ഷൻസ് എന്താണെന്നുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പ്രൊമോട്ടർ ആരാണ്, പ്രൊമോട്ടറിന്റെ ഫംഗ്ഷൻ എന്താണ്. പിന്നെ നമുക്കറിയാലോ ഈ ചാപ്റ്ററിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ഫോർമേഷൻ ഓഫ് കമ്പനീന്റെ സ്റ്റേജസിനെ കുറിച്ചാണ്. എത്ര സ്റ്റേജസ് ആണുള്ളത്? 4 സ്റ്റേജസ് ആണ് പ്രധാനമായിട്ടുള്ളത്. പ്രൊമോഷൻ തുടങ്ങി 4 സ്റ്റേജസ് ഉണ്ടല്ലേ, കമൻസ്മെന്റ് ഓഫ് ബിസിനസ് വരെ. അപ്പോൾ ഈ 4 സ്റ്റേജസ് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കും. മിക്കവാറും 2 മാർക്കിനൊക്കെ ആയിരിക്കും നമുക്ക് ഇത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ഇനി എസ്സേ ടൈപ്പിൽ ചോദിച്ചാലും നമുക്കറിയാലോ ആൻസേഴ്സ് ഒക്കെ, അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത ചാപ്റ്റർ ആണ് MSME ആൻഡ് ബിസിനസ് ഓൺട്രപ്രണർഷിപ്പ്. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ബിസിനസ്സിലെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ സ്മോൾ ബിസിനസിനെ കുറിച്ച് പറയുന്ന MSME ആൻഡ് ബിസിനസ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നോക്കിയപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ MSME. MSMEs നേരിടുന്ന പ്രശ്നങ്ങളെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവും. അതേപോലെ തന്നെ MSME ഇൻ ഇന്ത്യ, അതിന്റെ റോൾ എന്താണ്, ഇന്ത്യയിലെ MSMEയുടെ റോളുകൾ എന്താണെന്നുള്ള കാര്യവും ഇവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ വില്ലേജ് ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ ആണ് ഇന്റർനാഷണൽ ബിസിനസ് അല്ലെ. ഇന്റർനാഷണൽ ബിസിനസ് വളരെ വലിയ ചാപ്റ്റർ ആണ്. അപ്പോൾ എല്ലാം കൂടെ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളുമാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മറക്കരുത്, നമ്മുടെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് പ്രൊസീജിയർ വരെ 5-6 പോയിന്റ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇമ്പോർട്ടും എക്സ്പോർട്ടും പ്രൊസീജിയറും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് അഡീഷണൽ പോയിന്റ് ആണ്. എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സ്
അതിൽ കുറച്ച് ടേംസ് ഉണ്ടാവലുണ്ടല്ലോ, മേറ്റ്സ് റെസിപ്റ്റ്, ബിൽ ഓഫ് ലാഡിങ്, ഷിപ്പിംഗ് ബില്ല്. അപ്പോൾ ഈ ടേംസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ ഉറപ്പിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ലൈസൻസിങ്ങും ഫ്രാഞ്ചൈസിങ്ങും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കും. അപ്പോൾ ഡിഫറൻസ് കണ്ടാൽ അപ്പം തന്നെ അവിടെ കള്ളി വരയ്ക്കുക, ആൻസർ ചെയ്യുക. അതേപോലെ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസിന്റെ ഡിഫറൻസും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് പുഷ്പം പോലെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം നമുക്കറിയാം ഡൊമസ്റ്റിക് ബിസിനസ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിനകത്തുള്ളതും അതേപോലെ ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് പുറത്തുള്ള ബിസിനസ്സുമാണെന്ന്. ഓക്കെ, പിന്നെ WTO അതേപോലെ വേൾഡ് ബാങ്ക് ഇവരുടെ ഫംഗ്ഷൻസ് കൂടെ പഠിച്ചാൽ ഈ ചാപ്റ്റർ അങ്ങ് സെറ്റാക്കി നമുക്ക് എഴുതിയേക്കാം. ഓക്കെ, ഇനി അടുത്ത അവസാനത്തെ ചാപ്റ്റർ ആണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ എന്താണ് ചോദിക്കുന്നത്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്നും അതിന്റെ ടൈപ്സ് ഏതാണെന്നും അതേപോലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസിനെ ഫേവർ ചെയ്യുന്നതും അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നതും കുറച്ച് ആർഗ്യുമെന്റ്സിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും കൂടുതലായിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ അല്ലേ. യെസ്, ടൈപ്സ് ഓഫ് പൊല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു സെഷനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ബിസിനസ് എത്തിക്സും അതിന്റെ എലമെന്റ്സും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു 5 ചാപ്റ്ററിൽ നിന്നും പ്രധാനമായിട്ട് നിങ്ങൾ കവർ ചെയ്യേണ്ട ടോപ്പിക്സ് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വിചാരിച്ച് ഇത് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് കൂടെ നമുക്ക് പഠിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾ ഇത് പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ടോപ്പിക്സും ബാക്കിയുള്ള ചാപ്റ്റേഴ്സും നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ വെറും 5 ചാപ്റ്റേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് എത്തിക്സും, ഫോർമേഷൻ ഓഫ് കമ്പനിയും, MSME ആൻഡ് ബിസിനസ് ഓൺടർപ്രണർഷിപ്പും, ഇന്റർണൽ ട്രേഡും, ഇന്റർനാഷണൽ ബിസിനസ്സുമാണ്. ഇനി സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസിനെ കുറിച്ച് ഹബീബ മിസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാവരും താഴെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ ടോപ്പിക്സും സെഷൻസും പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ എജ്യൂബോർഡ് ഫാമിലി ഇവിടെ സെറ്റ് ആണ്. എല്ലാ ലൈവ് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്യുക. ബാക്കിയുള്ള എല്ലാ ഡിസ്കഷൻസും നമുക്ക് ലൈവിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.